Hi guys, welcome back to Car Garage. Car Garage ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇന്നോവ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇന്നോവ എന്ന് പറഞ്ഞാൽ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ വീട്ടിലിട്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത ഒരു ഇന്നോവയാണ് കേട്ടോ. ലോക്ക്ഡൗൺ സമയത്ത് ഞാനും എൻ്റെ അനിയനും കൂടി കംപ്ലീറ്റ് ചെയ്തൊരു ഇന്നോവയാണ്. നമ്മൾക്ക് ക്രിസ്റ്റയ്ക്ക് പറഞ്ഞ ഒരു കളറാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ അടിച്ചിരിക്കുന്നത്. ഈ വണ്ടി ഫുള്ളായിട്ട് ഫ്രണ്ട് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്, ബാക്ക് LED ടൈൽ ലാമ്പ്, ഫുൾ പെയിൻറ്റിങ്, അതേപോലെ തന്നെ കൺവേർഷൻ ചെയ്ത് ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഇതിൻ്റെ വർക്കിംഗ് പ്രോഗ്രസും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് വരും. അതിനുശേഷം ഞാൻ ഡീറ്റെയിൽ ചെയ്തിട്ട് എത്ര എമൗണ്ട് ആയെന്നുള്ള ഡീറ്റെയിൽസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഇന്നോവയുടെ സെറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലെ സെറ്റിങ്, അതുപോലെ തന്നെ ബാക്കിലെ സെറ്റിങ്, ഇവിടെ ക്രിസ്റ്റയുടെ കളർ അടിച്ച ഇന്നോവ ഫുൾ കംപ്ലീറ്റ് ആയതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അതിൻ്റെ വാഷിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലീനിങ് കാര്യങ്ങളെല്ലാം ഇൻസൈഡിലുള്ള ക്ലീനിങ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ സെറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് സെറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇതേ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്, ഫോഗ് ലാമ്പെല്ലാം സെറ്റ് ചെയ്തിട്ട് വണ്ടി ഇതേ ഫൈനൽ ഫിനിഷിങ്ങിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ വർക്കിംഗ് പ്രോസസും കാര്യങ്ങളെല്ലാം കണ്ടിരിക്കും. ഇതിൻ്റെ വർക്കിംഗ് പ്രോസസും കാര്യങ്ങളെല്ലാം നമ്മൾ വീട്ടിലിട്ടാണ് ചെയ്തത് കേട്ടോ. വർക്കിംഗ് കാര്യങ്ങളെല്ലാം വീട്ടിലിട്ടാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, നമ്മൾ ഈ വണ്ടി ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പ്രൊജക്ടർ, ബാക്ക് LED ടൈൽ ലാമ്പ്, ഫുൾ പെയിൻറ്റിങ്, ടൈപ്പ് 4 കൺവേർഷൻ എന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിന് പറഞ്ഞ ചാർജ് 1,20,000 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കൺവേർഷന് വേണ്ടിയിട്ട് നമ്മൾക്ക് വന്നിരിക്കുന്ന ചാർജ് 1,20,000 ആണ്. ഇതിലിപ്പോൾ അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ
നമ്മളെല്ലാ വണ്ടിയിലും ചെയ്യണ മാതിരി ഡെല എന്ന് പറയുന്ന കമ്പനിയുടെ ഫോഗ് ലാമ്പ് നമ്മൾ ഫ്രണ്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം നമ്മൾക്ക് ഇതിന് 3300 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. വേറെ സൈഡിലേക്ക് വരുമ്പോൾ ഹാൻഡിൽ ക്രോമും കാര്യങ്ങളെല്ലാം നിലവിൽ ഈ വണ്ടിയിൽ ഉണ്ടായിരുന്ന ഹാൻഡിൽ ക്രോം തന്നെയാണ് സെറ്റിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ട് പ്രൊജക്ടർ ബാക്ക് LED ടൈൽ ആകുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ബാക്ക് സൈഡിൽ LED ടൈലൈറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അഡീഷണൽ ആയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വൈപ്പർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബമ്പറിൻ്റെ റിഫ്ലക്ടർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ വൈപ്പറിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഫോർച്യൂണറൊക്കെ വരുന്ന വൈപ്പറാണ്. 900 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. അതേപോലെ തന്നെ ബമ്പറിൻ്റെ റിഫ്ലക്ടർ, പാർക്ക്, ബ്രേക്ക്, ഇൻഡിക്കേറ്റർ എന്ന രീതിയിലുള്ള ബമ്പർ റിഫ്ലക്ടറാണ് ഈ വന്നിരിക്കുന്നത്. LED ടൈപ്പ് റിഫ്ലക്ടറാണ്. ഏകദേശം 1200 രൂപയാണ് ഇതിന് വരുന്ന റേറ്റ്. പിന്നെ നമ്മൾ ബാക്ക് സൈഡിൽ വേറെ അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഈ സ്പോയിലറും കാര്യങ്ങളൊക്കെ ഇതിന് മുന്നേ തന്നെ ഉണ്ടായിരുന്ന ഒരു പാർട്സ് നമ്മൾ പെയിൻറ്റിങ് ചെയ്ത് വെച്ചു എന്നുള്ളൂ കേട്ടോ. നമ്മൾ ഈ വണ്ടിയിൽ അടിച്ചിരിക്കുന്ന കളർ എന്ന് പറയുന്നത് അവൻ്റെ ഗ്രാൻഡ് ബ്രൗൺസ് എന്ന് പറഞ്ഞിട്ട് ക്രിസ്റ്റിക്ക് വരുന്ന ഒരു കളറാണ് നമ്മൾ ഈ വണ്ടിയിൽ അടിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മളെല്ലാ വാഹനങ്ങളിലും യൂസ് ചെയ്യുന്ന മാതിരി കാപ്സിയുടെ പെയിൻറ്റ് തന്നെയാണ് നമ്മൾ ഈ ഒരു വണ്ടിയിലും യൂസ് ചെയ്തിരിക്കുന്നത്. 2K പ്രൈമറെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ വണ്ടി പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഫസ്റ്റത്തെ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ടിരിക്കും. സൈഡിൽ നോർമൽ ഡെൻറ്റിങ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം നല്ല രീതിയിൽ ഷേപ്പും കാര്യങ്ങളെല്ലാം എടുത്തതിന് ശേഷമാണ് നമ്മൾ 2K പ്രൈമർ അടിച്ച് ഈ ഒരു പെയിൻറ്റ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇന്നോവയുടെ ഡിസൈൻ എല്ലാവർക്കും അറിയാം. ഒരു കർവ് ഡിസൈനാണ് നമ്മളുടെ സൈഡ് ഡോർമയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഷേപ്പും കാര്യങ്ങളൊന്നും എടുത്തില്ലെങ്കിൽ അതൊരു ശരിക്കും മെനകേടായിട്ട് കാണിക്കുകയും ചെയ്യും കേട്ടോ. അതെല്ലാം നമ്മൾ ഈ വണ്ടിയുടെ പ്രോപ്പറായിട്ട് എടുത്ത് വെൽ ഫിനിഷിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 3Mൻ്റെ വാക്സ് പോളിഷിംഗ് ആണ് ഈ ഒരു വണ്ടിക്കും ചെയ്തിട്ടുള്ളത്. അത് ചെയ്ത രീതി എന്ന് പറയുന്നത് 2000 ഇവർ യൂസ് ചെയ്ത് ആദ്യം ഇതിനെ കട്ടിങ് ചെയ്ത് ലെവലിങ് ചെയ്തെടുക്കും ക്ലിയർ കോട്ടിനെ. അതിനുശേഷം നോട്ട് ഓൺ റബ്ബിങ് ഉപയോഗിച്ച് ബഫ് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കും. അതിനുശേഷം 3Mൻ്റെ വാക്സ് അപ്ലൈ ചെയ്യും. എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫുൾ ഡീറ്റെയിൽ ചെയ്തിട്ട് തന്നെ നമ്മൾ വീട്ടിലിട്ട് ചെയ്ത വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വർക്കിംഗ് പ്രോസസും കാര്യങ്ങളെല്ലാം ഫുൾ ഡീറ്റെയിൽ ചെയ്തിട്ട് തന്നെ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഒരു എർട്ടിക, അതേപോലെ തന്നെ സാൻഡ്രോ സിംഗും കാര്യങ്ങളെല്ലാം നമ്മളെ വീട്ടിൽ വർക്ക് ഫിനിഷിങ് കാര്യങ്ങളെല്ലാം ആവുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ വരുന്നതാണ്. അതേപോലെ തന്നെ ഗ്യാരേജിൽ ഒരുപാട് വർക്കും കാര്യങ്ങളെല്ലാം ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം വരുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.